ഇങ്ങനെ പറ്റിക്കപ്പെടുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ലൈഫിൽ ഞാൻ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന എന്നാൽ അത് നടക്കുന്ന യാതൊരു പ്രതീക്ഷ ഉണ്ടാവേണ്ടിയിരുന്ന ഒരു കാര്യം ചെയ്യാനായിട്ടാണ് ഞാൻ പോണത്. മണാലിയിൽ ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ കണ്ട ഒരു സംഭവമായിരുന്നു പാരാഗ്ലൈഡിങ്. അത് കണ്ട പാടെ അങ്ങോട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആഗ്രഹം അങ്ങോട്ട് പുറത്തേക്ക് ചാടി. എനിക്കും അത് ചെയ്തേ പറ്റുമെന്ന്. അങ്ങനെ പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ ധൈര്യം കാണിച്ച് കൂടെ വന്ന ആളാട്ടാ വീണു. ഇപ്പോൾ വീണുവിൻ്റെ ഫേസ് കണ്ടിട്ട് മൂപ്പര് ടെൻഷൻ അടിച്ച് അറ്റാക്ക് വരുമെന്നാണ് എൻ്റെ ടെൻഷൻ. എനിക്കാണെങ്കിൽ യാതൊരു വിധ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ഞാനങ്ങോട്ട് പറക്കാൻ പോവാണ്. അങ്ങനെ എന്താ പറയുക, വല്ലാണ്ട് എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. അവിടെ എത്തിയ പാടെ തന്നെ ഞങ്ങളെ രണ്ടാളെയും രണ്ട് വഴിക്കാണ് കൊണ്ടുപോയി. ഞാനിത് ചെയ്യാൻ പോണത് എനിക്ക് അപ്പം തന്നെ വോയിസ് ഓവർ ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇൻട്രോവേർട്ട് തരം കാരണം ഒരു അക്ഷരം പോലും എൻ്റെ വായത് പുറത്തേക്ക് വന്നില്ല. ആൻഡ് ഫൈനലി എല്ലാ കാര്യം സെറ്റ് ചെയ്ത് ലാസ്റ്റ് ആ ചാടിയപ്പോഴുണ്ടല്ലോ അവിടെ നിന്ന് അയ്യോ വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ എന്തോ ഒരു വലിയ കാര്യം സാധിച്ചെന്നുള്ളൊരു ഹാപ്പിനെസ് ആയിരുന്നു. ലൈഫിൽ എന്തിനും പേടിച്ച് മാത്രം ഇരുന്നിരുന്നത് എന്നെക്കൊണ്ട് ഇതിനു വേണ്ടി ഞാൻ മുന്നിട്ട് ഇറങ്ങുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ നമ്മൾ പേടിക്കുന്ന പോലും ഒന്നായിരുന്നില്ല. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. എനിക്ക് കണ്ണൊക്കെ നിറയണ പോലെയായിരുന്നു. പിന്നെ അവിടെ വെച്ചിട്ട് പൈലറ്റ് ചേട്ടൻ പറയായിരുന്നു എക്സ്ട്രാ സ്റ്റൺസ് ചെയ്യിക്കുന്നായിരുന്നു. അത് ഈ സംഭവം വെച്ചിട്ട് കുറേ അങ്ങോട്ട് കറക്കണ സംഭവമാണ്. അതെനിക്കൊരു ട്രയൽ കാണിച്ചു തന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു എന്നെക്കൂടെ അത് പറ്റില്ല, അത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഛർദ്ദിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. മാത്രമല്ല എക്സ്ട്രാ ഈ സ്റ്റണ്ട് ചെയ്യുന്നതിന് 500 രൂപയും കൂടെ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ നോർമൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് മുന്നേ പോയ വീണു അപ്പോഴും അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായില്ല. ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പൈലറ്റ് ചേട്ടൻ്റെ സ്വഭാവം മാറി. ആൾക്ക് വീഡിയോ കൊടുത്തതിൻ്റെ 500 കൊടുക്കണം, മാത്രമല്ല ഈ സ്റ്റണ്ട് ചെയ്തതിൻ്റെ 500 കൂടെ കൊടുക്കണം. ഞാനാണെങ്കിൽ സ്റ്റണ്ട് ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിന് ഞാൻ ചെയ്യാത്ത കാര്യത്തിന് പേ ചെയ്യണം. ആളാണെങ്കിൽ തീരെ സമ്മതിക്കണില്ല. ആൾക്ക് 500 കിട്ടിയേ പറ്റുന്നു. ഞാനാണെങ്കിൽ പറഞ്ഞു എന്ത് വന്നാലും ഞാൻ 500 തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണു വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടാളും പറ്റാവുന്ന ഭാഷയിലൊക്കെ ആളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും ആള് സമ്മതിക്കണില്ല. പിന്നെ ഇന്ന് പോകണുണ്ടായിരുന്നില്ല. അവസാനം ആൾ പറഞ്ഞു 700 രൂപ തന്നാൽ മതി, എന്നാൽ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആ ഒരു ദേഷ്യത്തിലുള്ള വീഡിയോയും വാങ്ങിച്ച് ആൾക്ക് പൈസയും കൊടുത്ത് പോന്നു. തിരിച്ചെത്തിയതിന് ശേഷമാണ് അടുത്ത ചതി ഞാൻ മനസ്സിലാക്കിയത്. വീണുവിൻ്റെ വീഡിയോ നോക്കിയപ്പോൾ അവൾക്ക് 10 മിനിറ്റും എനിക്ക് കിട്ടിയ വീഡിയോ ആകെ 2 മിനിറ്റും. അശോ, പിന്നെ എനിക്ക് പറയാനുണ്ടോ, എനിക്ക് ആകെ അടി കിട്ടിയ അവസ്ഥയായിരുന്നു. ആളെ മനസ്സിൽ പറയാൻ പറ്റാവുന്ന എല്ലാ ചീത്തയും പറഞ്ഞിട്ടാണ് ഞാൻ തിരികെ പോകുന്നത്. ബട്ട് വീണുവിന് കിട്ടിയത് നല്ല അടിപൊളി വയലറ്റ് ആയിരുന്നു കേട്ടോ. അവളുടെ നിന്ന് കറക്റ്റ് മാത്രം പൈസ വാങ്ങിച്ചു. അതുപോലെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ മാത്രം സംഭവം ശരിയായില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കൂടെ ഭാഷ അറിയണവരുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അവരായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു നിർത്താൻ. കാരണം ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വേറെ ആയിരിക്കും വരാണ്ടിരിക്കാനാണ്.